നമസ്കാരം. ഊണിനൊപ്പം സെർവ് ചെയ്യാൻ സാധിക്കുന്നതും കുമ്പളങ്ങയും പരിപ്പും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഗ്രേവിയോടുകൂടിയ കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ സാധാരണ നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് അഥവാ തൂർ ദാൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ റെഡിയാക്കി വെക്കാം. ഇത് കുമ്പളങ്ങ പുറത്തെ തൊലിയും അകത്തെ കുരുവും കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. എത്ര കപ്പ് പരിപ്പാണോ എടുക്കുന്നത് അതിൻ്റെ 8 ഇരട്ടിയായിരിക്കണം കുമ്പളങ്ങ എടുക്കേണ്ടത്. ഇവിടെ 1/2 കപ്പ് പരിപ്പെടുത്തത് കൊണ്ട് 4 കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങയ്ക്ക് പകരമായിട്ട് പച്ച പപ്പായയോ വെള്ളരിക്കയോ ഉപയോഗിക്കാവുന്നതാണ്. അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർക്കുക. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, അവസാനമായി വെള്ളം 2 കപ്പ്. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിലാവുന്നത് വരെ 15-20 മിനിറ്റ് നേരം അനക്കാതെ മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ തേങ്ങ ചിരകിയത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം 1 നുള്ള്, അതായത് 1/4 ടീസ്പൂണിന്റെ പകുതിയോളം മതിയാകും. അതോടൊപ്പം തന്നെ പച്ചമുളക് 3 എണ്ണം, അല്പം കറിവേപ്പില, അവസാനമായി വെള്ളം 1/2 കപ്പ്. ഇനി ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇത് മാറ്റിവെക്കുക. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കുമ്പളങ്ങയും പരിപ്പും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ഇത് തിളപ്പിക്കാൻ വെക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെ തവി കൊണ്ട് പ്രസ് ചെയ്ത് കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കുന്നത് പരിപ്പൊന്ന് ഉടഞ്ഞു കിട്ടുന്നതിനും സഹായിക്കും. പരിപ്പും കുമ്പളങ്ങയും അല്പം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഉടച്ചെടുക്കേണ്ട, ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളൊക്കെ വേണം. പിന്നീട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇടവിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. തേങ്ങ ചേർത്ത ശേഷം അധികം തിളപ്പിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് താളിച്ച് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഇവിടെ ഒരു പാനിൽ എണ്ണ 3 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഉണക്കമുളക് 2 എണ്ണം നടുവേ മുറിച്ചത് ചേർത്ത് 4-5 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കിയ ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് 6 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, അല്പം കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കുക. ചെറിയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഇളക്കാൻ. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ പരിപ്പ് കറിയിലേക്ക് ചേർക്കുക. ചേർത്ത് ഉടനെ തന്നെ ഇത് ഇളക്കരുത്. പകരം 10-15 മിനിറ്റ് നേരം അടച്ചു വെക്കുക. താളിച്ചു ചേർത്തതിൻ്റെ രുചിയും മണവും കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 15 മിനിറ്റിന് ശേഷമോ അതല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടോ തുറന്ന് ഒന്ന് ഇളക്കുക. ഇപ്പോൾ തയ്യാറാക്കിയ ഈ അളവിൽ ചെയ്യുവാണെങ്കിൽ ഏകദേശം 6 മുതൽ 8 പേർക്ക് വരെ സെർവ് ചെയ്യാൻ ഇത് മതിയാകും. ഈ കുമ്പളങ്ങ പരിപ്പ് കറി റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയതാണ്. ദയവായി ഇത് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.